അതെ, ഈ കഴുകനുണ്ടല്ലോ 70 വയസ്സ് വരെ ജീവിക്കാൻ പറ്റുമോ അറിയോ? പക്ഷെ ഒരു 40 വയസ്സാകുമ്പോഴേക്കും അതിന്റെ കൊക്കൊക്കെ അങ്ങ് വളയും, അതിന്റെ നെഗത്തിന്റെ മൂർച്ച കുറയും, അതിന്റെ തൂവലുകൾക്ക് കനം കൂടും. അപ്പൊ അതിന് പറക്കാൻ പറ്റില്ല, ഇര പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് മരിക്കണം, അല്ലെങ്കിൽ 150 ദിവസം നീണ്ടു നിൽക്കുന്ന പെയിൻഫുൾ പ്രോസസ്സിലൂടെ അത് കടന്നു പോകണം. അപ്പൊ നമ്മുടെ കഴുകൻ രണ്ടാമത്തെ പ്രോസസ്സാണ് തിരഞ്ഞെടുക്കുക. 150 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ്. അതിന് വേണ്ടിയിട്ട് അത് വലിയൊരു കുന്നിന്റെ മുകളിൽ കയറി അങ്ങിട്ടിരിക്കും, അതിന്റെ മണ്ടയ്ക്ക് കയറിയിരിക്കും. എന്നിട്ട് അതിന്റെ കൊക്ക് അടിച്ചടിച്ച് അവിടെയുള്ള പാറയുടെ മുകളിൽ അടിച്ചടിച്ച് അങ്ങ് പൊട്ടിക്കും. എന്നിട്ട് പുതിയ കൊക്ക് വരാൻ വേണ്ടിയിട്ട് അത് കാത്തിരിക്കും. പുതിയ കൊക്ക് വന്നു കഴിഞ്ഞാൽ ഈ പഴയ ഫെദറും നെഗമൊക്കെ അതങ്ങ് പറിച്ചങ്ങ് കളയും. പക്ഷെ ഇത് ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോവുക. എന്നിട്ട് പുതിയ കൊക്കും പുതിയ നഖങ്ങളും ഫെദേഴ്സും ഒക്കെ ആയിട്ട് അതങ്ങ് പറക്കും. 70 വയസ്സ് വരെ സുഖമായിട്ട് അങ്ങ് ജീവിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മളും. നമുക്ക് വേണ്ടാത്ത കുറേ ആൾക്കാരും കുറേ ബന്ധങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കൂട്ടുപിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളെ ഉപദ്രവിക്കുന്ന ചിന്തകളും ഇതിൽ പെടും കേട്ടോ. നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കളയാൻ പറ്റും, ഏത് വയസ്സിലാണെങ്കിലും. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അപ്പം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് നമുക്ക് വേണ്ടി ജീവിക്കാം, നമുക്ക് പറ്റും.